ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടുട്ടൂസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കർക്കിടകത്തിലെ സ്പെഷ്യലായിട്ടുള്ള ഉലുവ ചേർത്തുള്ളൊരു പായസമാണ് കേട്ടോ. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഏത് പാത്രത്തിലാണോ വേവിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഞാൻ ഒഴിക്കണം. ആ വെള്ളം കളയാതെ തന്നെ അതിൻ്റെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിലുണ്ടാവും. ഒട്ടും കളയാൻ പാടില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉലുവ വെള്ളത്തിലിടുക. എന്നിട്ട് ആ വെള്ളം അതേപടി അങ്ങ് ഒഴിക്കുക കേട്ടോ. ഏകദേശം പിന്നെ 1 കപ്പ് പച്ചരിയും വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി എടുത്തിട്ടുണ്ട്, അതും ചേർക്കുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ 2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഇനി ഒരു തിള വരുന്ന സമയത്ത്, ഒന്ന് അടുപ്പത്ത് വെച്ച് ഒരു തിള വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ്. ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഏകദേശം ഒരു 1/2 കിലോയുടെ അടുത്തുണ്ടായിരുന്നു. അത് ഞാൻ ചേർക്കുന്നുണ്ട്. മധുരം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അവരവരുടെ ഇഷ്ടം അനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ശർക്കരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കിയതിന് ശേഷം ഇതിനായിട്ട് ഒരുപാട് എന്താ പറയുക, ഏലക്കയോ ചുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ഏലക്ക ചേർക്കുന്നുണ്ട്. വേറെയുള്ള കാര്യങ്ങളൊന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഉലുവയുടെ ഒരു ഗുണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് തിള വന്നോട്ടെ. തിള വരുന്നതിന് മുൻപായിട്ട് നമുക്കൊരു 2-3 ഏലയ്ക്ക ഒന്ന് ചതച്ചിടാം. ഇത് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഏലയ്ക്ക ഇപ്പോൾ ഇട്ടാലും അതിൻ്റെ ടേസ്റ്റ് മുന്നൊന്നും വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയുടെ ഒരു കയ്പ്പൊക്കെ നമുക്ക് വരും. ഇപ്പോൾ ഉലുവ കയ്പ്പാണെന്നുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഗുണം വളരെ ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു സംഭവമാണ് ഉലുവയെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് പാല് ചേർത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയുടെ 2ാം പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 2ാം പാല് ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 മുറി തേങ്ങ തിരുകിയിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് എടുക്കുന്ന ആദ്യത്തെ പാൽ 1ാം പാലാക്കി മാറ്റുക. 1 കപ്പ് വെള്ളം ചേർത്തിട്ട് വീണ്ടും നമ്മൾ എടുക്കുന്ന പാൽ 2ാം പാലാക്കി മാറ്റുക. ഓക്കെ. അപ്പോൾ 2ാം പാല് ചേർത്ത് ഒന്ന് വറ്റി വരുന്ന ആ ഒരു സമയത്തേക്ക് നമുക്കിനി കട്ടി തേങ്ങാപ്പാലില്ല, അതാണ് 1ാം പാല്, അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ടേ ആ ഉലുവയുടെ കയ്പ്പിനൊക്കെ കുറച്ച് കുറവ് വരും കേട്ടോ. ഉലുവ കയ്പ്പാന്ന് വിചാരിച്ച് കഴിയാൻ വന്നിരിക്കരുത്. നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മളുടെ ടേസ്റ്റ് കുറയുന്ന സാധനങ്ങൾക്ക് ഒരുപാട് സത്യം പറഞ്ഞ ആരോഗ്യ ഗുണങ്ങളുള്ളതായിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നെല്ലിക്ക തന്നെയും നമുക്ക് ആർക്കും അങ്ങനെ ഇഷ്ടമല്ല, പക്ഷേ അതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ പാവയ്ക്ക ആർക്കും ഇഷ്ടമല്ല, കയ്പ്പല്ലേ. അതാണ് പറഞ്ഞത്, നമുക്ക് വായിക്ക് ടേസ്റ്റ് ഇല്ലാത്ത സാധനങ്ങൾക്കാണ് കൂടുതലായിട്ടും ഗുണങ്ങളുള്ളത്. അപ്പോൾ ഈ ഉലുവയ്ക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ കൊളസ്ട്രോളിനെ ബാലൻസ് ചെയ്യാൻ, ഷുഗർ കൺട്രോൾ ചെയ്യാൻ, ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണിത്. അപ്പോൾ കർക്കിടകത്തിൽ നമ്മൾ സാധാരണ ഔഷധ കഞ്ഞികളൊക്കെ വെച്ച് കഴിക്കാറുണ്ട്. ഞാനിവിടെ ഔഷധക്കഞ്ഞി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ, എന്നാൽ പിന്നെ ഞാൻ ഉലുവയുടെ ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നടുവിന് വേദനയുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഈ ഉലുവയിട്ട് കഞ്ഞി വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ, കഞ്ഞി വെച്ച് കുടിക്കുക അല്ലെങ്കിൽ പറഞ്ഞ പോലെ പായസമൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നടുവിൻ്റെ വേദനയൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു വട്ടം കഴിച്ചെന്ന് വിചാരിച്ചെങ്കിൽ മാറുകയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ആഴ്ചയിൽ 1 വട്ടമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഈ മധുരം കഴിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ മതി, കഞ്ഞിയാക്കി കുടിച്ചാലും മതി കേട്ടോ. ഈ പറഞ്ഞ സംഭവം പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് കാരണമാണ്. നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. നെയ്യ് ഇപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരുപാടങ്ങ് ടേസ്റ്റിയാക്കി എന്താ പറയുക കഴിക്കേണ്ടെന്നല്ലേ ഉള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല. എങ്കിലും നെയ്യ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കുക. നമ്മൾ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്യ് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കുന്നുണ്ടൊന്നും ദോഷമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സംഭവം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉലുവയുടെ പായസം റെഡി ആയിട്ടുണ്ട്. കർക്കിടക സ്പെഷ്യലായിട്ടുള്ള ഉലുവ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ട്രൈ ചെയ്യാത്തവരൊന്നും ആരും കാണുകയില്ല. എങ്കിൽ തന്നെയും ഇനി ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നമ്മളുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ കർക്കിടകം ആയിട്ട് പിതൃക്കളെ എല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് ഞാൻ സമർപ്പിക്കുകയാണ്. നമുക്ക് എന്താ പറയുക, നമ്മളെ വേർപിരിഞ്ഞു പോയ ഒരുപാട് എന്താ പറയുക നമ്മളുടെ പൂർവികരൊക്കെ ഉണ്ടാവും ഇല്ലേ, അവർക്ക് വേണ്ടിയിട്ട് മുൻപിലായിട്ട് ഞാൻ സമർപ്പിച്ചുകൊണ്ട് ഞാനിതാ നമ്മളുടെ കർക്കിടകത്തിൽ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഉലുവ പായസം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ട
അപ്പോൾ നല്ല ഒരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമ്മുടെ ഉലുവ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ന്യൂസൊക്കെ വെച്ച് കാണുമ്പോൾ വളരെ സങ്കടം. വയനാട്ടിലെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കുക അല്ലാണ്ട് വേറെ വഴികളൊന്നും ഇല്ലല്ലോ. ഈശ്വരൻ ഒരാൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബായ്.